ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ണൂരേക്ക് പോക്കാന്ന്. കണ്ണൂരിലേക്കൂടി തേരാപ്പാര നടക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലെ ചെറിയ ടൗൺ ഉണ്ട്, പക്ഷേങ്കിൽ ഭയങ്കര വിലയാണ്. കണ്ണൂരിലും വിലയുണ്ടാവും, എന്നാലും നോക്കാം കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ കണ്ണൂരിൽ ഫ്ലവർ ഷോ ഉണ്ട്, പറ്റിയെങ്കിൽ നമ്മൾ അവിടെ കയറണം. അമ്പടൂന് കൂട്ടിയിട്ടില്ല കേട്ടോ, അമ്പടൂന് കൂട്ടാത്തതുകൊണ്ട് ഒരു വിഷമം അല്ലേ. അമ്പടൂ ഉണ്ടെങ്കിൽ ഒരു രസമായിരുന്നു. പക്ഷെ ഇന്ന് അമ്പടൂ അങ്കമ്പടി പോയിനി. പിന്നെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തേ, രാവിലെ ഒന്നും തീരുമാനിച്ചില്ലായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്തേ, ഇവന് സ്കൂളിൽ ലീവായതുകൊണ്ട്. പിന്നെ അങ്ങനെ ഇവനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക്, ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് നമ്മൾ ഫ്ലവർ ഷോ നടക്കുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്ലവർ ഷോന് വന്നത്. ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. കുട്ടികൾക്കൊന്നും അളവില്ല. ടിക്കറ്റെല്ലാം കൊടുത്ത ശേഷം നമ്മളിത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കുറേ ടൈപ്പ് അക്വേറിയങ്ങളാണ് ഇവിടെയുള്ളത്. അക്വേറിയം ടെറേറിയം എല്ലാം മിക്സ് ചെയ്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിലിങ്ങനെ പാറക്കെട്ട് പോലെയെല്ലാം ഇങ്ങനെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളായിട്ട് ഓരോ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ, അല്ല ഇന്ത്യയിൽ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടോ എന്താണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടൽ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. അത്യാവശ്യം ഇതിൽ ചെടികളും മീനുകളും എല്ലാം ഉണ്ട്. പിന്നെ ഇതാ ഒരു മയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂവെല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു ലൈബ്രറി പോലെ ഇങ്ങനെ ചിത്രങ്ങളെല്ലാം. തൊട്ടടുത്തൊരു വലിയൊരു ബുക്കിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട്. 56 വർഷമായി കണ്ണൂർ ഫ്ലവർ ഷോ തുടങ്ങിയിട്ട് എന്നാണുള്ളത്. പിന്നെ ഒരു കുട്ടീൻ്റെ തലക്ക് കുറേ പൂവെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സുകൾ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഒരു കാഴ്ച നമ്മളെ വരവേൽക്കുന്നത്. ഒരുപാട് പൂക്കൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് രാത്രി ആയിരിക്കും ഇത് കൂടുതൽ ഭംഗി ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. കാരണം വാട്ടർ ഫൗണ്ടൈനെല്ലാം കുറേ ലൈറ്റും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടായിരിക്കും രാത്രി ഉണ്ടാവുക. അപ്പോൾ പകൽ കാണുന്നതിനേക്കാട്ടിലും ഭംഗി രാത്രിയായിരിക്കും ഉണ്ടാവുക. രണ്ട് സൈഡിലും പോകുന്ന വഴീൻ്റെ രണ്ട് സൈഡിലും തന്നെ പല ടൈപ്പ് ചെടികളുണ്ട്. നിറയെ പൂവിട്ടിട്ട് കാണാൻ നമുക്കിത് തോന്നുന്നു. അത്രയും രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള നല്ല മുതുമുത്തശ്ശന്മാർ ചെടികൾ കുറേ ഉണ്ട് കേട്ടോ.
ഇത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് 1-2 സെൽഫി പോയിന്റുകളുണ്ട് ഇവിടെ. പക്ഷെ ആരും അവിടെ നിന്ന് സെൽഫി ഒന്നും എടുക്കുന്നൊന്നും കണ്ടിട്ടില്ല. നമ്മൾ പോയ ദിവസം തന്നെ 1-2 ചാനലുകാർ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ ഇടയ്ക്കിടയ്ക്കേ കട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലെങ്തി വീഡിയോ ചെയ്യുന്നത്. ഈ ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഓർക്കിഡിൻ്റെ ടൈപ്പാന്ന് തോന്നുന്നു. പിന്നെ ഓർക്കിഡ്, ആന്തൂറിയം, പിന്നെ അതുപോലെ ബൊഗെയിൻവില്ല, അഡീനിയം, അതെല്ലാം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായത്. പിന്നെ റോസ് ജെറബറയിലുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല വിലയുള്ള ചെടികളാണ് കേട്ടോ. ഒന്നും വാങ്ങിയിട്ടില്ല, 2 ചെറുപറ മാത്രം വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ ചെടികൾ വിൽക്കുന്ന സ്റ്റാളുകളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മൺപാത്രങ്ങളും മണ്ണിനെ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളെല്ലാം വിൽക്കുന്ന ഒരു കടയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത കടയിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബുക്കിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റാൾ എന്ന് പറയുന്നത് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ തരം ബുക്കുകളും വിൽക്കുന്ന ഒരു കടയാണ്. അപ്പം നമ്മൾ അമ്പുടുവിന് പറ്റിയ ആനിമൽസിൻ്റെ ചിത്രമുള്ള കുഞ്ഞു 2 ബുക്കുകളാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ പിന്നെ ഒരുപാട് കളറിങ് ബുക്ക്, അതുപോലെ നമ്പർ പഠിക്കുന്ന ആൽഫബറ്റ്സ്, അങ്ങനെ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നും വന്നു. ഇനി നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. നമ്മൾ കോളിഫ്ലവർ ബജിയാണ് വാങ്ങിയത്. അതെല്ലാം വാങ്ങി കഴിച്ച ശേഷം നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങി. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തോട്ട് ഇതാ ഈ കളിസ്ഥലങ്ങളെല്ലാം കുട്ടികളെ പാർക്ക് പോലെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മളിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റാളുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇനിയും കുറേ സ്റ്റാളുകൾ ഓപ്പൺ ആവാനുണ്ട്. അപ്പം നമ്മളിതാ പുറത്തുനിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടായിരുന്നു ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ വാട്ടർ ഫൗണ്ടൈനെല്ലാം രാത്രി കാണാനാണ് നല്ല ഭംഗിയുണ്ടാവുക. കാരണം ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് അത്ര വലിയ രസമൊന്നും തോന്നില്ല. നമ്മളിങ്ങനെ ടൗണിലോട്ട് നടക്കുമായിരുന്നു. ഫ്ലവർ ഷോയുടെ അടുത്ത് നിന്ന് ഇറങ്ങി ടൗണിലോട്ട് തേരാപ്പാര നടക്കുന്നു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് ബസ് കയറണം അടുത്ത സ്റ്റോപ്പിലേക്ക്. അങ്ങനെ നമ്മളിത് ഏതോ ഒരു ബസ് കയറിയിട്ട് കണ്ണൂർ ആസ്പത്രി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ 2 ബസ് സ്റ്റാൻഡ്, 2 അല്ല 3 ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആസ്പത്രി ബസ് സ്റ്റാൻഡ്. ജില്ലാ ആശുപത്രിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇതാണ് ജില്ലാ ആശുപത്രി. അപ്പം നമ്മളെ നാട്ടിലേക്കുള്ള ബസ്സെല്ലാം ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി പോയി വന്ന്, അയ്യോ കനം, ഇതാകെ 2 ചെടിയാണ് വാങ്ങിയ, 2 ജർബറ വാങ്ങിന്. പക്ഷെ അതിൻ്റെ എന്താണ് ഗ്രോ ബാഗിൽ ചളി പോലത്തെ മണ്ണാണ്. നമ്മൾ ഭയങ്കര കനം. ഉറങ്ങിയിട്ടൊന്നുമില്ല. നീ ഉറങ്ങിനോന്ന് എനിക്കറിയില്ല. പിന്നെ നീ നേരെ തന്നെ നോക്കിയിരുന്നിട്ടാ. അപ്പൊ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് നടക്കുകയെന്ന് കേട്ടോ. ഞാനും ദാമ്പിയും പണ്ട് സർക്കസ് കാണാൻ പോയിനി അല്ലേ, നമ്മൾ 2 മാത്രം. ദാമ്പിക്ക് ഓർമ്മ ഉണ്ടാവും അറിയില്ല, ദാമ്പിക്ക് ചെറുതേനു.
അതിന് ശേഷം ഞാനും ദാബിയും മാത്രമായിട്ട് കണ്ണൂർ പോകുന്നത് ഇന്നാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.